ബിജെപിയോട് ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസ് നേതാക്കളുള്ള വേദിയിൽ വെച്ച് കെ സുധാകരൻ സന്ദീപ് വാര്യരെ ഷാളണിയിച്ച് സ്വീകരിച്ചു. സിപിഎമ്മുമായി സന്ദീപ് അടുക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് ഈ അപ്രതീക്ഷിത കളമാറ്റം. സന്ദീപിന്റെ കളമാറ്റം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്ന സന്ദീപ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇടഞ്ഞുനിന്ന സന്ദീപിനെ അനുനയിപ്പിക്കാൻ ബിജെപിയിൽ നിന്നും വലിയ ശ്രമം ഉണ്ടായതുമില്ല. ഇതോടെ തന്നെ സന്ദീപ് ബിജെപി ബന്ധം ഉപേക്ഷിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇതോടെ സന്ദീപ് എങ്ങോട്ട് പോകുമെന്ന ചർച്ചയായി. സിപിഎം, സിപിഐ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ സന്ദീപിനെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിനിടെ RSS ഇടപെട്ട് അനുനയിപ്പിക്കാൻ ശ്രമവും നടന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് എത്തിയത്. ബിജെപിയിൽ നിന്നും പരിഗണന ലഭിച്ചില്ലെന്നും എന്നും ഒറ്റപ്പെടൽ നേരിട്ടിരുന്നുവെന്നും സന്ദീപ് പറഞ്ഞു. ബിജെപിയുമായി ഇടഞ്ഞ സന്ദീപ് നേരത്തെ സിപിഎമ്മുമായും സിപിഐയുമായും ചർച്ച നടത്തിയിരുന്നു. AK ബാലന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. അനൗപചാരിക ചർച്ചകൾ സിപിഎം നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യം മതനിരപേക്ഷ നിലപാട് സന്ദീപ് പരസ്യമായി പറഞ്ഞിട്ട് മതി സ്വീകരിക്കാനെന്നായിരുന്നു സിപിഎം തീരുമാനം. ഇതോടെയാണ് സന്ദീപ് കോൺഗ്രസ് വഴിയിലേക്ക് എത്തിയത്. 2 ആഴ്ചയോളം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ കഴിഞ്ഞ ദിവസം രാത്രി AICCയും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് അനുമതി നൽകിയതോടെയാണ് നിർണായക പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. സീറ്റ് ലഭിക്കാത്തതിലും നയങ്ങളിലുമെല്ലാം പ്രതിഷേധിച്ച് നേതാക്കളും അണികളും എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനിടെ ഇത്രയും നേതാക്കൾ രാഷ്ട്രീയ ചുവടുമാറ്റം നടത്തുന്നത് ആദ്യമാണ്. ഇരുപക്ഷത്തു നിന്നും പരസ്പരം കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നവർ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ പാലക്കാട് കാണുന്നത്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.